ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് എൻ്റെ ഫുൾ ഡേ എന്താണെന്നുള്ളത് മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നേരത്തെ എണീക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുവാണ് കേട്ടോ. ഫസ്റ്റ് ഞാനിപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റായ ശേഷം ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം രാവിലെ എന്നും ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അത് എല്ലാവരും പതിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പം ഞാൻ ചായ ഇടുന്നത് കാര്യം വീട്ടിലാരുമില്ല. സാധാരണ ഉമ്മച്ചിയാണ് ചായ ഇട്ട് തരാറ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അടുക്കളയിൽ വേറെ ആരുമില്ലല്ലോ. അപ്പം ഞാൻ ചായയിൽ ബൂസ്റ്റ് ഇട്ടാണ് കുടിക്കാറ്. അങ്ങനെ ആ സമയം ചായ ഇട്ട് വെച്ച സമയത്ത് താണ്ടെ നമ്മളെ 2 പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്നെന്നെ കിടന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചായ കുടിച്ച് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പവും ബീഫ് കറിയാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ അപ്പം ചുടുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, അങ്ങനെയെങ്കിലും ഒക്കെ ചുട്ടെടുക്കും, നമുക്ക് കഴിച്ചാൽ പോരെ. അങ്ങനെ അപ്പമൊക്കെ കറക്കി വെച്ച് ഞാനിതുപോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 അപ്പമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇന്ന് അവർ രണ്ടിനും വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ 2 അപ്പത്തിൽ പകുതി ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. കാര്യം അവരുടെ അത്രയും കിടന്നവിടെ വീഴ്ചയില്ല, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. കറി ഒഴിച്ചതൊന്നും അവർ കഴിക്കത്തില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. പിന്നെ അല്ലെങ്കിൽ മീൻ തന്നെ വേണം. പച്ച മീൻ കൊടുക്കുകയാണെങ്കിലും പുള്ളിക്കാരികൾ കഴിച്ചോളും. 2 പെമ്പൂച്ചകളാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അപ്പം ചുട്ടും അവർക്ക് ഇട്ട് കൊടുത്ത ശേഷം എൻ്റെ അപ്പം രണ്ടും റെഡി ആയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഞാൻ ബീഫ് കറി എടുത്ത് ഇനി ഞാൻ വിചാരിച്ചു അതവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെ കിടക്കുന്ന പാത്രം ഒന്ന് കഴുകി വയ്ക്കാം. ആകപ്പാടെ 2-3 പാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പം തിരിച്ച് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വേറെ പാത്രമൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ അത് നല്ലോണം കഴുകി വയ്ക്കുകയാണ്. ഈ ചായപാത്രം കഴുകി വയ്ക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇത് നല്ലപോലെ തേച്ച് വരച്ച് കഴുകേണ്ടി വരും. നമുക്ക് മടിയാണ് ഇച്ചിരി, എന്നാലും ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി ഒന്ന് കമത്തി അവിടെ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കുന്നത് മൊത്തം വെള്ളമാവും. എന്നിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ടി വി കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ നിന്ന് നേരെ ടി വി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഇത്തിരി ഒരു സിനിമയും കണ്ടുകൊണ്ട്, നല്ല സിനിമയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഏതോ ഒരു സിനിമയും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്താണ് നമ്മളെ ഗംഭീര ടാസ്ക് വന്നേക്കുന്നത്. ഒരു ലോഡ് തുണി മടക്കാനാണ് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ സാമ്പിൾ. ഈ അപ്പുറത്ത് വേറെ കിടപ്പുണ്ട്. അപ്പം ഞാൻ കുറേശ്ശെ ഇതുപോലെ മടക്കി ഒതുക്കി വെക്കുവാണ് കേട്ടോ. വൃത്തിക്കൊന്നും മടക്കത്തില്ല, കാര്യം വീട്ടിലിടുന്ന ഡ്രസ്സാണ്, പിന്നെ എടുക്കേണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് മടക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് എൻ്റെ വാർഡ്രോബ് ഞാൻ ഒന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ട് തന്നെ ചുമ്മാ ചുരുട്ടിക്കൂട്ടി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടക്കി ഒതുക്കി വെക്കാൻ തന്നെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അടുത്ത ടാസ്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് പ്ലാനർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മുന്നേ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഡയറി എന്ന് പറഞ്ഞിട്ട്, പ്ലേ ബട്ടൺ ഡയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പഴയൊരു നോട്ട്ബുക്ക് വെച്ചിട്ട് യൂട്യൂബ് പ്ലാനർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ ഇതുപോലൊരു സിൽവർ കളർ ഷീറ്റ് ആ പഴയ നോട്ട്ബുക്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് ഫെവിക്കോളൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുവാണ്. സൈഡൊക്കെ നമ്മൾ നോർമൽ പണ്ട് നമ്മൾ ബുക്ക് പൊതിയത്തില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ബുക്ക് പൊതിഞ്ഞെടുത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പ്ലാനർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സംഭവം വളരെ ഓർഗനൈസ് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടിരിക്കും കേട്ടോ. യൂട്യൂബിൻ്റെ പ്ലാനർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ലോഗോ മസ്റ്റാണ് വീലേ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ഒരു ലോഗോ ഞാൻ ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പെൻസിൽ വെച്ച് വരച്ചു, പിന്നീട് ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തു, എന്നിട്ട് സ്കെച്ച് വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രിലിക് കളറോ വാട്ടർ കളറോ ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇതുപോലൊരു പേപ്പറിലാണ് ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ സിസേഴ്സ് ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പേപ്പറിന് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് ഒരു മാറ്റം വരത്തില്ല, മാത്രമല്ല കുറച്ചുകൂടെ ഷൈൻ ചെയ്തിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് ഞാനിത് നമ്മളെ പ്ലാനറിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പ്ലാനറിന് ഒരു നെയിം കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനറിലേക്ക് യൂട്യൂബ് ഒന്നും കൂടി എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു DIY യൂട്യൂബ് പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വേറെ എന്തിനെങ്കിലും നമുക്ക് സെൽഫ് കെയർ പ്ലാനറെന്നോ ഡെയിലി പ്ലാനറെന്നോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളതുകൊണ്ട് ചമ്മന്തിയും പൊരിച്ച മീനും ഉണ്ട്, പിന്നെ തൈരും. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ ഇനി നേരെ റൂമിലോട്ട് വന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം. എനിക്കിപ്പം പഠിക്കാനുള്ളത് ഒരു ഫാർമക്കോളജി സബ്ജക്റ്റാണ്. ഫാർമക്കോളജി ഫസ്റ്റ് സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്.
അപ്പോൾ ഞാനത് എങ്ങനെ പഠിക്കും എന്ത് പഠിക്കും എന്നൊരു ഐഡിയ ഇല്ലാതിരുന്നു. പല മെത്തേഡും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും കേട്ടോ എനിക്ക് എഫക്റ്റീവായിട്ടില്ല ഫാർമക്കോളജിയിൽ. അപ്പോൾ പുതിയൊരു മെത്തേഡ് എനിക്ക് കിട്ടിയതാണ് ഫ്ലാഷ് കാർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് ഫാർമക്കോളജിയിലൊന്നും ഫ്ലാഷ് കാർഡ് മെത്തേഡ് ട്രൈ ചെയ്ത് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് ഇവിടെ സെലക്ട് ചെയ്യുവാണ്. ഞാൻ വിചാരിച്ചു ആദ്യം ഒരു ടോപ്പിക്ക് എടുത്തിട്ട് സെലക്ട് ചെയ്യാം. ക്ലാസിഫിക്കേഷനാണല്ലോ നമ്മളെ ഈ ഫാർമക്കോളജിയിൽ മെയിനായിട്ടുണ്ടാവുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. പിന്നീടുള്ള 3 യൂണിറ്റുകളാണ് അതിൽ ഈ ക്ലാസിഫിക്കേഷൻസും ഡെഫിനിഷൻസും MOA ഒക്കെ വരുന്നത്. അപ്പം ആ ഒരു പോർഷൻസ് എടുത്തിട്ട് നമുക്ക് ഫ്ലാഷ് കാർഡ് എഴുതാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേപോലെ ആ ചാപ്റ്റർ എടുത്തിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ANS എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ, 3rd ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പം അതിന് ക്ലാസിഫിക്കേഷൻസ് ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതുപോലെ ആൻറ്റി ഡിപ്രസൻ്റ് എന്ന ഹെഡിങ് കൊടുത്തു, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു, പിന്നെ എൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതി. ക്ലാസിഫിക്കേഷനിൽ ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ ഡ്രഗ് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ MOA എഴുതി. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ എഴുതി നോക്കിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് അടിപൊളിയാണോ ഇല്ലയോ എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്ലാഷ് കാർഡ് മെത്തേഡ്. അപ്പോൾ ഇത് ഞാൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊക്കെ ഉള്ളത് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാനിതുപോലെ ആ ഒരു ടോപ്പിക്ക് ഞാനിതുപോലെ ഫ്ലാഷ് കാർഡിൽ എഴുതിയിട്ടുണ്ട്. കളേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുക എന്നാണ് ഫ്ലാഷ് കാർഡിൻ്റെ ഒരു റൂള്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒറ്റ കളറ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് ചിലപ്പോൾ ഞാൻ മാറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ അല്ലേ. അപ്പോൾ ഞാനിതേപോലെ എഴുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ വിചാരിച്ചു പിൻട്രസ്റ്റിലിരിക്കാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ച് നേരം എന്നല്ല എല്ലാ ദിവസവും ഇച്ചിരി നേരമൊക്കെ ഞാൻ പിൻട്രസ്റ്റിലിരിക്കാറുണ്ടെന്നുള്ളത്. അത് നല്ല ഒരു ടൈം പാസ് മെത്തേഡാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പുതിയ ന്യൂ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് യൂട്യൂബ് നോക്കാമെന്ന്. അങ്ങനെ യൂട്യൂബിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസോ ഡെയിലി വ്ളോഗ്സോ ഉണ്ടെന്നോ. എന്നിട്ട് ഞാനൊന്ന് പോയി കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്, നമ്മൾ തന്നെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോൾ കുറച്ച് ബോറല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഭാഗത്തെ ഫേവറേറ്റ് സാധനമാണ് ഈ ഞൊങ്കെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചു. നമ്മൾ ആ ഡാമിൻ്റെ അടുത്ത് നിന്ന്, ഇത് തെമ്മല ഡാമാണ് കേട്ടോ. അപ്പോൾ തെമ്മല ഡാമിൻ്റെ അടുത്ത് നിന്ന് മാങ്ങ കഴിച്ചു. അപ്പോൾ ഡാമിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി ഒന്ന് റൗണ്ട് അടിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ഈ ഡാമൊക്കെ അറിയാവുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഡാമൊക്കെ കണ്ട് വന്ന് വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി ശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് വിശന്നു, 7 മണിയായിട്ടുണ്ട്. അപ്പോൾ വിശന്നപ്പോഴത്തേക്ക് ഞാൻ നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു, കാര്യം യാത്രാക്ഷീണമുണ്ട്. അപ്പോൾ നേരെ റൂമിലോട്ട് വന്നു. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എൻ്റെ ജേർണൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ജേർണലിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം ഞാനത് കുറച്ച് പേജുകൾ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കലണ്ടറിയോ എന്ന് വെച്ചിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ആ കലണ്ടർ നമ്മൾ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കവും ലാസ്റ്റും ഓരോ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിൽ പ്ലേസ് വിസിറ്റ്, പിന്നെ സെൽഫ് കെയറിൽ എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഹാബിറ്റ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ലോഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഞാനിത് രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് യൂട്യൂബ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചർ ലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മെഡിസിൻ ട്രാക്കർ, എനിക്ക് 2 ഗുളിക കഴിക്കേണ്ട അതിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ട്രാക്കർ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് റുട്ടീൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ബോഡി ക്ലീനിങ് എഴുതിയിട്ടുണ്ട്, എൻ്റെ റൂം ക്ലീനിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിൻ ടെമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അതിനുശേഷം ആണ് എൻ്റെ ഡെയിലി പ്ലാനർ തുടങ്ങുന്നത്. ആദ്യത്തെ എല്ലാ പേജുകളും നിങ്ങൾ അവോയ്ഡ് ചെയ്താലും ഈ പേജുകളൊക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഡെയിലി പ്ലാനറിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തേക്കുന്നത് ഡേറ്റാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് എഴുതുവാണ്, 15/1/2023. അപ്പം 24. അപ്പോൾ ഡേറ്റും കൊടുത്തു, ഡേയും കൊടുത്തു, മൺഡേന്നും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ മൂഡ് എന്ന് പറയുന്നത് മോഡറേറ്റ് മൂഡാണ്. വളരെ ഹാപ്പിയും അല്ല, വളരെ സാഡും അല്ല, അങ്ങനത്തെ ഒരു മൂഡ്. പിന്നെ എൻ്റെ ഗോൾസ് ടു ഡേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഗോൾസ് എന്തൊക്കെയാണ് അതൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാൻ രാവിലെ ഇവിടെ എഴുതിയ ടു ഡു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിനകത്തൊന്ന് പകർത്തി എഴുതുന്നേ ഉള്ളൂ. ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ആവശ്യമുള്ളത് മാത്രമേ എഴുതാവത്തുള്ളൂ. വലിച്ചു വാരി ടു ഡു ലിസ്റ്റ് എഴുതില്ല കേട്ടോ. കാര്യം ഒന്നെങ്കിൽ ഒരു 5 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 6 പോയിൻ്റ് കൂടുതലായി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലായിരിക്കും.
പിന്നെ അടുത്തത് മീൽ ട്രാക്കറാണ് എഴുതുന്നത്. മീൽ ട്രാക്കറും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇന്നത്തെ രാവിലത്തെ, ഉച്ചക്കലത്തെ, പിന്നെ രാത്രിയിലൊക്കെ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് എഴുതി വയ്ക്കണം. ചിലരൊക്കെ ഈ ബ്രഞ്ച് മാത്രം കഴിക്കുന്നവരാണ്. ബ്രഞ്ച് മീൻസ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർത്ത് ഒറ്റ ഭക്ഷണമായിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ കഴിച്ചതും ഒക്കെ എല്ലാം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എക്സ്പെൻസ് ട്രാക്കർ എഴുതുകയാണ്. ഇന്ന് പക്ഷേ എനിക്ക് പ്രത്യേകം എക്സ്പെൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോ എക്സ്പെൻസാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അതിനുശേഷം യൂട്യൂബ് ട്രാക്കർ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വീഡിയോ എഡിറ്റിങ്, അപ്ലോഡിങ്, എൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സെൽഫ് കെയറിൽ രാവിലത്തെ മോർണിംഗ് സെൽഫ് കെയർ റുട്ടീൻ മീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈവനിങ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മെഡിസിൻ ട്രാക്കർ 2 കഴിച്ചു, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ട്രാക്കർ 2.5 ലിറ്റർ വെള്ളമാണ് ഞാനിന്ന് കുടിച്ചേക്കുന്നത്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ നോട്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്